നമസ്കാരമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിനെ ഒന്ന് വിശകലനം ചെയ്തേക്കാമെന്ന് കരുതിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ ശോകത്തോടു കൂടിയാണ് പോയത്. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങിയത് യൂട്യൂബ് ചാനലാണ്, പിന്നാണ് ഫേസ്ബുക്കിലൊക്കെ ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും ഇൻസ്റ്റഗ്രാമും എല്ലാം ഓരോ ലക്ഷം ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് വിശകലനം ചെയ്തേക്കാം എന്നൊരു പ്ലാനിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ, മില്ലുകാരൻ എന്ന് പറഞ്ഞ ചാനൽ. ഏകദേശം 1300ഓളം വീഡിയോ ഞാനിപ്പോൾ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ 1300 വീഡിയോ ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഏകദേശം ഇത് യൂട്യൂബ് അല്ലേ, ആണല്ലോ യൂട്യൂബിലല്ലേ. നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് ചെയ്തു. നമ്മുടെ തുടക്ക വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ മുടിഞ്ഞ് വിറ്റെന്ന് പറഞ്ഞാൽ അന്നേരത്തെ ഒരു രസകരമായ കുറേ കാര്യങ്ങളൊക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓൾഡസ്റ്റ് വീഡിയോ പോവുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ നമ്മുടെ മില്ലിൻ്റെ വീഡിയോ, പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഒരു ബാർബിക്യൂ കഴിക്കാൻ പോയ ഒരു വീഡിയോ, പിന്നെ അങ്ങനെ കുറേ വീഡിയോസൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ശേഷം കുറച്ച് നാൾക്ക് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഇതൊക്കെ ഈ നാട്ടിലുണ്ടായിരുന്ന വീഡിയോ 3 വർഷം മുന്നേ ഉള്ള വീഡിയോസ് ഇതൊക്കെ കേട്ടോ. 3 വർഷം എൻ്റെ തുടക്ക വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ട്രിപ്പ് കണ്ടോ, ഓൾ ഇന്ത്യ ഇത് കണ്ടോ, ഈ ഓൾ ഇന്ത്യ ഏകദേശം 3 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്ത് ഓൾ ഇന്ത്യ ഫുള്ള് കറങ്ങി. അങ്ങനെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. മണമേൽക്കുടി പോയതും, അതുപോലെ തന്നെ അതായത് റെക്ലാ റേസ് എന്ന് പറയും, കാളയോട്ട മത്സരവും, പിന്നെ ഒരു ഒമിനി, അതായത് ഓൾ ഇന്ത്യ ട്രിപ്പ് ചെയ്ത സമയത്ത് ഒരു ഒമിനി വഴി കിടന്നു, വഴിയിൽ ആ ഒമിനി കെട്ടി വലിച്ചു. പിന്നെ മധുരയിലെ ഒരു നമ്മുടെ ഒരു വേദ ഫിഷ് ഫാം എന്ന് പറയുന്നൊരു അണ്ണൻ്റെ വീഡിയോ. അപ്പോൾ അങ്ങനെ നിരവധി പല സ്ഥലത്ത് പോയി നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പല ട്രെയിനിൽ യാത്ര ചെയ്തു. അതുപോലെ നമ്മുടെ പ്രകൃതി എന്ന് പറയുന്ന ഒരു ഹോട്ടൽ നെല്ലൂർ, അവരുടെ ഒരു വീഡിയോ ചെയ്തു. അങ്ങനെ പിന്നെ കടലിൽ പോയതും, അതുപോലെ തന്നെ ഒരു കല്യാണത്തിന് പോയതും, വലിയ രസകരമായിട്ടുള്ള പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെല്ലൂർ ഒരു തോട്ടത്തിൽ പോയി കിടന്നതും ഒന്നും പറയണ്ട, അതൊക്കെ ഓർക്കുമേതെ. അതുപോലെ തന്നെ കൽക്കട്ടയിൽ വന്നിട്ട് വയറിളക്കം പിടിച്ച് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഹോസ്പിറ്റലുകാർ തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ ഹോസ്പിറ്റലുകാർ വണ്ടി പൊക്കി മേളി വെച്ചിരിക്കുന്നു. അതൊക്കെ ഞാൻ ഇവിടെ 3 വർഷം മുന്നേ ചെയ്തത്. അതൊക്കെ വലിയ വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു അന്നേരത്തെ ആ തുടക്ക സമയത്ത്. കാര്യം നമ്മുടെ അന്നേരത്തെ ഒരു അവസ്ഥ ഒരു വല്ലാത്ത സിറ്റുവേഷൻ. അതായത് ആക്സിഡന്റിന് ശേഷം ഇറങ്ങി വന്ന് വീഡിയോ ചെയ്തതാണ്. അതിൻ്റെ മെഴുതിരിയൊക്കെ വെച്ചേക്കുന്നുണ്ടെങ്കിൽ കരുതരുത്. ചാനലിന് വേണ്ടി കത്തിക്കുന്നത് കരുതരുത്, കറണ്ട് പോകുമ്പോൾ കത്തിക്കാനാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ പിന്നെ വൈശാഖി പോയി, സ്ട്രീറ്റ് ഫുഡ്, അങ്ങനെ നമ്മുടെ ഭുവനേശ്വരിൽ ഒരു നെല്ലിൻ്റെ ഒരു സ്ഥലത്ത്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അത് ഭുവനേശ്വർ ടെമ്പിൾ, സൺ ടെമ്പിൾ കാണാൻ, അതായത് സൺ ടെമ്പിൾ ഒന്ന് കാണാനാണ്. സൺ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് പോയി പഠിക്കേണ്ട ടെമ്പിൾ തന്നെയാണ്. അതായത് സെക്സ് എന്ന് പറയുന്ന 3 അക്ഷരത്തിന് ഒരു മൂല്യം കൽപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട, അതായത് സൺ ടെമ്പിൾ, അതിനകത്ത് കുത്തിവെച്ചിരിക്കുന്ന സമയത്തെ പറ്റിയും അങ്ങനെ നിരവധി കാര്യങ്ങളാണ് അതിനകത്ത് കുത്തിവെച്ചത്. അപ്പോൾ നമ്മുടെ ചാനലിനെ പറ്റി ഒരു വിശകലനമാണ്. അപ്പോൾ ഡീറ്റെയിലായിട്ടൊന്ന് പറഞ്ഞേക്കാം ജസ്റ്റ് ഒന്ന്. പിന്നെ അങ്ങനെ കൽക്കട്ടയിൽ ചെന്നു. കൽക്കട്ടയിൽ ചെന്ന ഇത് ഷോർട്സ് ആണ് കൽക്കട്ടയിൽ ചെന്ന് കേട്ടോ. കൽക്കട്ടയിലെ അതായത് ഇത് ഒറീസ കേട്ടോ. ഒറീസയിലാണ് ഈ ഭുവനേശ്വർ ടെമ്പിളും കാര്യങ്ങളൊക്കെ. പിന്നെ കൽക്കട്ടയിൽ ചെന്നു, ഹൗറ ബ്രിഡ്ജിൽ കയറി കണ്ടു. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ ഇങ്ങനെ കറങ്ങി നടന്ന് വയ്യാറായപ്പോഴാണ് എന്നെ ഈ ഒരു യൂട്യൂബർ, അത് ആന്ധ്രയിലെ നമ്മുടെ ഭവ്യ ആതങ്കിയും അതുപോലെ നമ്മുടെ രവി തേജയും നമ്മളെ പരിചയപ്പെടുന്നത്. വീണ്ടും നമ്മൾ അവിടെ നിന്ന് അവരുടെ ഒരു പ്രചോദനത്തിലാണ് നമ്മൾ കൽക്കട്ടയിൽ നിന്ന് വീണ്ടും സിക്കിമിലോട്ട് പോകുന്നത് കേട്ടോ. സിക്കിമിൽ പോയി അവിടുന്ന് അങ്ങനെ ബംഗ്ലാദേശ് ബോർഡർ പോയി കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നളിയ മറക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമാണ്. നമ്മുടെ കൽക്കട്ടയിലെ വിക്ടോറിയ എന്ന് പറയുന്ന ഒരു വലിയ പാലസ് ഉണ്ട്. ആ പാലസിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ പുറകിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ കൊൽക്കട്ടയിലെ ട്രാം, അതുപോലെ തന്നെ ഡാർജിലിംഗ് കയറി പോകുന്ന സ്ഥലത്ത്, അതായത് സിലിഗുഡിയിൽ സൊനാഡ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ചില കാഴ്ചകൾ, ഞാൻ പോകുന്ന വഴിക്കത്തെ കാഴ്ചകളാണ്. പിന്നെ ഡാർജിലിംഗിൽ ചെന്നപ്പോൾ ഡാർജിലിംഗ് മല്ലു എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ട്, പുള്ളിക്കാരൻ്റെ ചാനലും, അത് ഈബിൾ ജെറ്റിനെ ഒക്കെ പരിചയപ്പെട്ടൊരു പാസ്റ്ററിൻ്റെ ചാനലാണ് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ടെൻസിങ് റോക്ക്, അങ്ങനെ കുറേ സ്ഥലങ്ങളേതേ. അതുപോലെ തന്നെ ഈ പിന്നെ അവിടുന്ന് പിന്നെ ഞാനും പാസ്റ്ററും കൂടെ ബൈക്കിൽ ഗാങ്ടോക്കിലേക്ക് പോയി. ഗാങ്ടോക്കിൽ നിന്ന് ബൈക്കിൽ ഞങ്ങൾ ഡാർജിലിംഗിൽ നിന്ന് പെല്ലിങ്ങിലേക്ക് പോയി. അങ്ങനെ കുച്ച്പേരി വാട്ടർഫോൾസ്, അതുപോലെ തന്നെ അങ്ങനെ നിരവധി സ്ഥലങ്ങൾ ഞങ്ങൾ കാണാൻ പോയി. അങ്ങനെ എൻ്റെ ഒരു 3 വർഷത്തെ ജൈത്രി യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. അതിൽ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 പിള്ളേർ, അതായത് പെല്ലിങ്ങിൽ നിന്ന് ഗാങ്ടോക്കിലോട്ട് പോകുന്ന വഴിക്ക് ഒരു 2 പിള്ളേർ ഹിച്ചൈക്ക് നടന്നു വരുന്ന, അവരുമായിട്ട് കഥയൊക്കെ പറഞ്ഞ് കുറേ അവരുടെ സ്റ്റോറികളും കാര്യങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നാഗാലാൻഡിലെ പട്ടിയിറച്ചി. 1 കിലോ പട്ടിയിറച്ചിക്ക് ഏകദേശം കൊഹിമ ഡിമാപൂർ മാർക്കറ്റിൽ പോയായിരുന്നു. പട്ടിയിറച്ചിക്ക് 350 രൂപ അന്ന്
അതെ ഞാൻ ആ പോയ സമയത്ത് 2020-21 കാലഘട്ടത്തിലാട്ടോ. പിന്നെ കൊഹോമോ, നാഗാലാൻഡ് പല വില്ലേജിലും പോയി. പിന്നെ വഴി വെച്ച് അതെ പിന്നെ മലേറിയയ്ക്കുള്ള മരുന്ന്, പിന്നെ അതിനിടയ്ക്കാണ് നമ്മുടെ റൊണാൾഡോയെ കാണുന്നത്. അങ്ങനെ പല വീഡിയോസും ചെയ്തു. അതിനിടയ്ക്ക് ഈബിൾ ജെറ്റിനെ കണ്ടു. അതെ അവരാണ് ശരിക്കും പറഞ്ഞാൽ ചാനലിൻ്റെ അവർക്കൊരു താങ്ക്സ് പറയണം. കാരണം താങ്ക്സ് എന്ന് പറഞ്ഞാൽ ചാനൽ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ അവരാണ് കാണിച്ചത്. പിന്നെ ഇന്റേണലി കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അതെ ചില തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ വിഷയങ്ങളാണെന്ന് കരുതുന്നു. അങ്ങനെയാണ് സംഭവം, കരുതുന്നില്ല, അങ്ങനെയാണ് സംഭവം. എനിവേ അവരിപ്പോൾ യാത്രയിലാണെന്നോ, അവർ നടക്കട്ടെ കാര്യങ്ങളൊക്കെ. അവരാണ് വഴി ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതികൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. എനിവേ അവർക്ക് ഒരിക്കലും താങ്ക്സ്. അങ്ങനെ പല ആസാമിലെ വസിഷു ആയാലും പിന്നെ ആനന്ദ് മിശ്ര IPSനെ പരിചയപ്പെട്ടു. പുള്ളി ഒരുപാട് താങ്ക്സ് പറയുന്ന ഒരു പ്രത്യേക വീഡിയോ ഉണ്ട് കേട്ടോ. അടിപൊളി ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ യാത്രയെ പറ്റിയത്. പിന്നെ അങ്ങനെ കുറേ വീഡിയോസ്, ഒരുപാട് വീഡിയോസ് ചെയ്തു. അതിന് നാട്ടിൽ വന്നു. പിന്നെ നാട്ടിൽ വരുന്ന അതോടൊപ്പം തന്നെ ഞാൻ ആ സ്ഥലത്ത് കറങ്ങിയ സമയത്ത് സിക്കിമിൽ ഏകദേശം ചൈന ബോർഡറിലൊക്കെ പോയി വീഡിയോ ചെയ്തത്. അടിപൊളി വീഡിയോസ് ചെയ്തൊക്കെ സിക്കിം ബോർഡറിലൊക്കെ പോയി വീഡിയോ ചെയ്ത് ബൈക്കിൽ തോർത്ത് കെട്ടി യാത്ര ചെയ്തു. അതായത് തോർത്ത് കെട്ടി ഞാൻ വേറെ ഓപ്ഷനില്ല, അതുപോലെ തണുപ്പ്. പിന്നെ ഞാൻ ലാച്ചുമിലും ലാച്ചെങ്കിലും പോയി 17,000 അടിയിലേതെ യുങ്താം വാലി പോയി 17,000 അടിയിൽ പോയി അവിടെ പോയി കറങ്ങി. അങ്ങനെ പലയിടത്തും പോയി കണ്ടു. പിന്നെ എന്ത് പറയണം, മോടെ ബർത്ത്ഡേ വിഷസ്, അങ്ങനെ പല ടൈപ്പ് വീഡിയോ. പിന്നെ സ്വന്തം കമ്പനിയുടെ, അതായത് നമ്മുടെ മില്ലിൽ തന്നെ ഉള്ള ഈ കട്ട്ല ജനൽ ഡോറിൻ്റെയൊക്കെ ഫാക്ടറിയുടെ വീഡിയോസൊക്കെ ചെയ്തു. അങ്ങനെ പല ആൾക്കാരും നമ്മുടെ വീഡിയോയിൽ കറങ്ങി അടിച്ചു കുറച്ച്. അങ്ങനെ 2 വർഷം അതായത് 2-3 വർഷം നിരവധി വീഡിയോസ് ചെയ്തു. അത് കഴിഞ്ഞ് താറെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ക്യാരവാൻ എടുത്തു. പിന്നെ നമ്മുടെ മിൻഡെക്സ് അച്ചാനെ മറക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരനെ വഴി ഔപചാരികമായിട്ട് പരിചയപ്പെട്ടു. പുള്ളി ഒരു കരീഷ്മ വണ്ടി കൊണ്ട് വണ്ടി എടുത്തിട്ട് പുള്ളി അത് കൺവേർട്ട് ചെയ്ത് ഒരു ഹയാബൂസ വണ്ടിയാക്കി. അപ്പോൾ അതിലൊക്കെ ഭയങ്കര വ്യൂസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, നമുക്ക് ഫോർഡ് എൻഡവർ ഒരു വണ്ടി മറിയുന്ന ഒരു വീഡിയോ ഉണ്ട് ഫ്ലിപ്പ് ചെയ്യുന്ന. അതിൻ്റെ വിനോദ് ഭയ്യനെ പരിചയപ്പെട്ടു. അങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ RD 350 ക്ലബ്ബിൽ ബാംഗ്ലൂരിൽ നിന്ന് പരിചയപ്പെട്ടതും. പിന്നെ നമ്മുടെ ഒരാൾ വന്ന് തെറി വിളിച്ചപ്പോൾ ആളെ തപ്പി ബാംഗ്ലൂരിൽ പോയി ആളെ പരിചയപ്പെട്ടു. തെറി വിളിച്ച ആൾക്ക് ഒരു ബിരിയാണി കൊടുത്ത സംഭവങ്ങൾ. അങ്ങനെ ഒരുപാട് നിരവധി. അതായത് കഴിഞ്ഞ 3 വർഷം ഞാൻ ജീവിതത്തിൽ പല രീതിയിലുള്ള പല ടെറൈനിലും യാത്ര ചെയ്ത് പല രീതിയിലുള്ള വീഡിയോസ് ചെയ്തിട്ടോ. അപ്പോഴും നെഗറ്റീവ് പറഞ്ഞവരെ എല്ലാം അവരായിരുന്നു എൻ്റെ പ്രചോദനം. നെഗറ്റീവ് പറഞ്ഞവരെ വീണ്ടും പറയട്ടെ, എത്ര പറഞ്ഞാലും എനിക്ക് മിച്ചമുള്ള കാര്യമില്ല. കാരണം അവരെ മൈൻഡ് ചെയ്തില്ല. എന്നാൽ അവരുടെ മൈൻഡ് ചെയ്തിരുന്ന അവരുടെ ഒരു നെഗറ്റീവാണ് എനിക്ക് കൂടുതലും മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പ്രചോദനമായി. അതിനുശേഷം ആ സമയത്തൊക്കെ നമ്മൾ അധികം വീഡിയോസും ചെയ്ത് അത് കയറുകയല്ല. പിന്നെ ഇങ്ങനെ നാട്ടിൽ വന്നു. ആ സമയം അത് കഴിഞ്ഞ ശേഷം നമ്മുടെ സാൻഡപ്പൻ ട്രാവലിസ്റ്റയുടെ ക്യാമ്പർ വാൻ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഡെറാഡൂൺ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പോയി. ഡെറാഡൂൺ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന ഏകദേശം ഇവിടായിട്ട് വരും, ഈ ഭാഗത്തായിട്ട് വരും. ഡെറാഡൂൺ എന്ന് പറയുമ്പോൾ ഇവിടായിട്ട് വരും. നേപ്പാൾ, ഉത്തരാഖണ്ഡ് ഇവിടെ ചെന്നാണ് ഞാൻ സാൻഡപ്പൻ്റെ വണ്ടി അവിടുന്ന് എടുത്തുകൊണ്ട് കേരളത്തിലോട്ട് വരുന്നത്. അങ്ങനെ അവിടുന്ന് നേരെ വണ്ടി വിട്ട് പല സ്ഥലങ്ങൾ, അതായത് ഡൽഹി ടച്ച് ചെയ്യാതെ തന്നെ രാജസ്ഥാൻ്റെ ബോർഡർ വഴി, അതായത് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി രാജസ്ഥാൻ്റെ ബോർഡർ വഴി മധ്യപ്രദേശ് വഴി മഹാരാഷ്ട്ര ഇറങ്ങിയപ്പോഴാണ് രസകരമായ ഒരു കാര്യം എനിക്ക് ഒരു നല്ല അടിപൊളി ഒരു MBD, അതായത് ഒരു MBD ഉദ്യോഗസ്ഥനെ പരിചയപ്പെടാൻ പറ്റി. ആൾ വേറെ റേഞ്ചാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പുള്ളി ഇപ്പോഴും ഐ ഹാവ് എ കണക്ഷൻ, നല്ലൊരു കണക്ഷനാണ്. മഹാരാഷ്ട്ര ബോർഡറിൽ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പോയി രാത്രി പുള്ളിയുടെ ഗ്രാമത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ചമ്പൽക്കാട്ടിലൂടെ ഒരു യാത്ര, അതായത് പാൻസിംഗ് തോമറിനെ പറ്റി ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി. ആ സിനിമയുടെ ആ സ്ഥലങ്ങളിലൊക്കെ പോയി. അതുപോലെ തന്നെ ഗ്വാളിയാർ, അങ്ങനെ പല. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രാങ്ക്, ഫ്രാങ്ക് നമ്മുടെ ട്രിപ്പിലുണ്ടായിരുന്നു, അവനൊരു താങ്ക്സ് പറയണം. അതുപോലെ SUV ചേട്ടന്, സാൻഡപ്പന്, ഈബിൾ ചേട്ടന്, ഇവർക്കൊക്കെ ഓരോ താങ്ക്സ് പറയണം. കാരണം നമ്മുടെ യാത്ര, ഈ 3 വർഷത്തെ യാത്രയുടെ ഇടയ്ക്ക് ഇവരെല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം ഒരു ബിഗ് താങ്ക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ ചാനൽ ഇപ്പോൾ അതായത് നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരുപാട് വീഡിയോസ്. അതുപോലെ ഡിനിച്ചേട്ടനെ, അതായത് ഇദ്ദേഹത്തെ, അതായത് നമ്മുടെ മഹാരാഷ്ട്ര കയറി കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ ഡിബിൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. ആൾക്കൊരു കൃഷ്ണ ബേക്കറിയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടോ, ഒരുപാട് സ്ഥലത്ത് മുംബൈയിലൊക്കെ കറങ്ങി, തനിച്ച് കുക്ക് ചെയ്തു. 9 മാസത്തോളം ഇന്ത്യയുടെ പല ഭാഗത്തും കറങ്ങി. ഇതെടുത്തുണ്ടോ ഈ വീഡിയോ ഒക്കെ അടിപൊളി വീഡിയോ, പക്ഷേ അധികം വ്യൂസ് ഇല്ലായിരുന്നു ആ സമയത്തേരെ. പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് താമസിച്ച്, ഒരു ഡാമിൻ്റെ റിസർവോയറിൻ്റെ നടുക്കുകൊണ്ട് വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് താമസിച്ച് വീഡിയോ ചെയ്തു. അങ്ങനെ ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ അജിൽ ഫൈബർ ടെക് എന്ന് പറഞ്ഞൊരു വലിയ കമ്പനിയുടെ വീഡിയോ ഒക്കെ, അങ്ങനെ ഒരുപാട് സ്ഥലത്തെ വീഡിയോ
ചെയ്തു. അവിടുന്ന് മഹാബലേശ്വരി വന്നു. മഹാബലേശ്വരി നമ്മുടെ അവിടുത്തെ ഒരു പള്ളി, നമ്മുടെ മറുനാടൻ സാജൻ്റെ ചേട്ടനായ ഒരു അച്ഛനെ പരിചയപ്പെട്ടു. അതെ, അച്ഛൻ്റെ അവിടെ ആണെങ്കിൽ എനിക്ക് വന്ന് ഫുഡൊക്കെ തന്നു. അത് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. അച്ഛനെ അങ്ങനെ പരിചയപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. അങ്ങനെയാണ് മറുനാടൻ സാജൻ എന്ന വ്യക്തിയെ പറ്റി ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അവിടെ നമ്മുടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു ആലപ്പുഴക്കാരൻ ഡോക്ടർ ഉണ്ടായിരുന്നു, നമ്മുടെ ചങ്കായിരുന്നു. അങ്ങനെ ഔപചാരികമായി എൻ്റെ വണ്ടി അതിലെ പാസ് ചെയ്തപ്പോൾ തന്നെ ഡോക്ടർ ഫോട്ടോ എടുത്ത് എൻ്റെ കൂട്ടുകാരൻ ജനറൽ മില്ല് ഇവിടെ വന്നിട്ടുണ്ട്, ഒന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെ വിളിച്ച് അങ്ങനെ അവിടെ ചെന്നു, അവിടെ താമസിച്ചു. അങ്ങനെ ഒരുപാട് നിരവധി ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടറെ, അതായത് നമ്മുടെ ഡോക്ടറെ പരിചയം. ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ സംഭവമാണ് കേട്ടോ. ഡോക്ടർ ഇപ്പോഴും കണക്ഷനുണ്ട്, അരുൺ ഡോക്ടറുമായിട്ട് ഞാനൊരു യാത്ര പോയി. പിന്നെ വരുന്ന വഴിക്ക് ഒരുപാട് നിരവധി സംഭവങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ ഒരു കോളാപ്പൂരി ചപ്പൽ ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു. പിന്നെ എൻ്റെ റിലേറ്റീവ്സ്, പിന്നെ അവിടുന്ന് അങ്ങനെ വന്നു, ഗോവയുടെ ലിക്വറിനെ പറ്റി ചെയ്തു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കർണാടക ഹുബ്ലി എന്ന് പറയുന്ന ഒരു ഗ്രാമം, നമ്മുടെ കുറേ റിലേറ്റീവ്സ് ഉണ്ട്, മമ്മിയുടെ അനിയത്തിയെ കെട്ടിച്ചിരിക്കുന്ന അവിടെയാണ്. ആ ഗ്രാമത്തെ പറ്റി ഒരുപാട് വീഡിയോസ് ചെയ്തു. അതൊരു വലിയ സംഭവമായിരുന്നു കേട്ടോ, നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ പോകുന്ന വഴിക്ക് ഗോവയിൽ നിന്ന് വരുന്ന പല ഭാഗത്തെ വീഡിയോസ് ചെയ്തു. അങ്ങനെ ഡാൻഡലി വന്നു, അവിടുന്ന് ഗോക്കർണെ വന്നു. ഡാൻഡലിലൊക്കെ ഒരുപാട് മലയാളീസ് ഉണ്ട്. മലയാളികളുടെ ഒരു മെയിൻ കേന്ദ്രമാണ് ഡാൻഡലി എന്ന് പറയുന്നത്. അവിടെ ഒരു സൗക്കറുണ്ട്. സൗക്കർ ഞാൻ പുള്ളിക്കാരന് പുല്ലാടുകാരനാണ്. അതുപോലെ തന്നെ ഒരു ജോഷുവ ജോൺസൺ, മറക്കാൻ പറ്റില്ല അവിടെ നിന്നും. അവർക്കൊക്കെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം കൊണ്ട് കാണിക്കുകയും എടുക്കുകയും ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വലിയൊരു യാത്ര. ആ യാത്രയെ മറക്കാൻ പറ്റാത്ത ജീവിതങ്ങളാണ്. പിന്നെ നമ്മുടെ വോയിസ് ഓഫ് ജെറിൻ എന്ന് പറയുന്ന മലയാളിയെ പരിചയപ്പെട്ടു. അങ്ങനെ ഒരുപാട് നിരവധി. അതുപോലെ നമ്മുടെ അൻസാർക്ക് എൻ്റെ കൂടെ കൂടിയായിരുന്നു, കോഴിക്കോടുള്ള വഴിയിൽ നിന്ന് ഔപചാരികമായിട്ട് എൻ്റെ കൂടെ കൂടി. പിന്നെ നമ്മുടെ വരുന്ന വഴിക്ക് നമ്മുടെ കണ്ണൂരുള്ള അജിത്താശാന്, അതുപോലെ തന്നെ എമ്മിക്ക, അതുപോലെ അങ്ങനെ നിരവധി ആൾക്കാരെ പരിചയപ്പെട്ടു. അപ്പോൾ അതൊക്കെ അങ്ങനെ ഇനി പറയാതെ കാര്യം പറഞ്ഞില്ല, ഇത് മോശമാണ് എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിൽ വന്നതിന് ശേഷം വീട്ടിലെ വീഡിയോസൊക്കെ ചെയ്തു നമ്മുടെ ക്യാരവാനുമായിട്ട്. എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ കുറേ പ്രാങ്ക് വീഡിയോസും കാര്യങ്ങളും. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വന്തം നാട്ടിലെ കുറച്ച് വിഷയങ്ങൾ, അതായത് സ്വന്തം നാട്ടിലെ റിലേറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ കുറച്ച്, അതായത് നമ്മുടെ കുറേ സമൂഹത്തിലെ കുറച്ച് ഇഷ്യൂസൊക്കെ ഇങ്ങനെ വീഡിയോസിലൊക്കെ വരാൻ തുടങ്ങി. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചം ഞാൻ എൻ്റെ നാട്ടിൽ വന്ന് ഇങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങിയാണ്. അങ്ങനെ ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങി. യൂട്യൂബിൽ ഏകദേശം ഇപ്പോൾ തന്നെ 1300ഓളം വീഡിയോ, പല ടെറൈനിലായിട്ട് 1300ഓളം വീഡിയോസാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഒരുപാട് നല്ല വീഡിയോസൊക്കെ ഒരുപാട് കയറിയിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് മാറ്റം വന്നു. നമ്മുടെ ചാനൽ ഒരുപാട് വ്യൂസ് കയറാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ ചാനൽ ഏകദേശം ഒരു 1 ലക്ഷം ഫോളോവേഴ്സ് എത്തിയിരിക്കുകയാണ് ഫൈനലി. നമ്മുടെ പിന്നെ ഉള്ള ആ ഒരു ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ നാടാണ് എൻ്റെ ലോകം. അതെ, അപ്പോൾ എന്തായാലും പല ആൾക്കാരും, അതുപോലെ നമ്മുടെ താടിക്കാരനും ടീമും അവരൊരു വലിയൊരു മുതൽക്കൂട്ടായിരുന്നു എനിക്ക് എൻ്റെ ചാനലിൻ്റെ വളർച്ചയ്ക്കൊക്കെ. അതെ, അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ട് കേട്ടോ. അവിടുത്തെ റോബിൻസ് ഉണ്ട്. അങ്ങനെ പലരെയും പരിചയപ്പെട്ടു. നജീബ്, അങ്ങനെ പല ആൾക്കാരെയും പരിചയപ്പെട്ടു. എസ്പെഷ്യലി റോബിൻസ് വഴിയാണ്. റോബിൻസ് ഉണ്ട്, പിന്നെ ജാക്സൺ. ഇവരൊക്കെ വഴിയാണ് ഞാൻ നമ്മുടെ സാൻഡപ്പിനെ പരിചയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ സാൻഡപ്പൻ്റെ വണ്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ പരിചയപ്പെടുന്നതാണ്. എന്തായാലും വണ്ടിയൊക്കെ എടുത്തു, അത് തകർത്തു. അതിനുശേഷം നിരവധി കണ്ടില്ല അതിന് ശേഷം നമ്മുടെ സ്വന്തം നാട്ടിലെ ഇഷ്യൂസൊക്കെ വലിയ രീതിയിൽ കവർ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് തന്നെ നമ്മുടെ നാട്ടിലെ പന്നിയുടെ ഇഷ്യൂ, ആന ഇഷ്യൂ. അങ്ങനെയാണ് ഞാൻ ഈ കർഷകരുടെ കൂടെ ഇറങ്ങി വരുന്നത്. അതായത് സ്വന്തം നാട്ടിലെ പ്രശ്നങ്ങളാണ് കേന്ദ്രീകരിച്ചപ്പോഴാണ് നമ്മുടെ ചാനൽ വളരാൻ തുടങ്ങി. എന്തായാലും ചാനൽ വളർന്ന് ഏകദേശം ഇതൊരു വലിയ കാര്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വലിയ കാര്യമല്ല എന്ന് തോന്നും. പക്ഷേ എനിക്കിതൊരു വലിയ കാര്യമാണ്. കാരണം ഞാൻ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്താണ് ഇത്രയും വീഡിയോസ് ഞാൻ ചെയ്തത്. അതുപോലെ അതെ നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും അതുപോലെ ഫണ്ട്, അതായത് അതുപോലെ കളഞ്ഞു. അതായത് നമ്മുടെ മില്ലിനെ പറ്റി ഒരു വീഡിയോ, അങ്ങനെ ഒരുപാട് വീഡിയോ ഷോർട്സുകൾ ചെയ്തു. ഷോർട്സുകളൊക്കെ എത്ര വീഡിയോസ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല, ഒരുപാട് ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് നമ്മുടെ ഗിരീഷേട്ടൻ്റെ വീഡിയോ, അതായത് റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന ഗിരീഷേട്ടൻ്റെ വീഡിയോ ബസ്സിൽ, അത് അഭിചാരിയുമായിട്ടാണ് വന്ന് അതിൽ പെടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഏകദേശം 1,01,000 സബ്സ്ക്രൈബ് എത്തിയിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിൽ ഏകദേശം 1,42,000 ഫോളോവേഴ്സ് ഉണ്ട്. അങ്ങനെ അതെ, ഫേസ്ബുക്കിലെ വീഡിയോസാണ് നമുക്കിപ്പോൾ ഏകദേശം നല്ല രീതിയിൽ കത്തിക്കയറി പോകുന്നത്. നമുക്ക് കണ്ടില്ലേ, ഫേസ്ബുക്കിൽ ഏകദേശം ഡെയിലി വീഡിയോസ് ഉണ്ട്. ഡെയിലി ഒരു ദിവസം പോലും വീഡിയോ ഇടാത്തില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കേട വണ്ടി ഇടിച്ച സംഭവത്തിനെ പറ്റി വീഡിയോ ഇടും. അപ്പോൾ വീടും പരിസരവുമാണ് ഇപ്പോൾ എൻ്റെ ഒരു ലോകം. ഇനി ഒരു ആഗ്രഹമുണ്ട്, കുറച്ച് പുറത്തോട്ടൊക്കെ പോകണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അതോടൊപ്പം നമ്മുടെ ഇത് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇനി ഞാൻ സൂത്രം കൂടെ കാണിക്കാം. നമ്മുടെ
ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 1,09,000 ഫോളോവേഴ്സ് ഉണ്ട്. അതിനകത്തും ഒരുപാട് 1002 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അതിൽ നിന്നാണ് ഈ വീഡിയോസൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ കട്ട സപ്പോർട്ട്. അതായത് മറക്കാൻ പറ്റത്തില്ല, ഇത് പറഞ്ഞില്ലെങ്കിൽ, അതായത് ഇനി വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ആ ഡാർജിലിംഗ് മല്ലു എന്ന് പറയുന്ന പാസ്റ്റർ, അതുപോലെ തന്നെ ഈബിൾ ജെറ്റിന്, അവർക്കൊക്കെ പറഞ്ഞില്ലെങ്കിൽ അവരോട് കാണിക്കുന്ന കാര്യം, അവരൊക്കെയാണ് നമ്മളെ കാര്യം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു കാല് ഹിപ്പ് റീപ്ലേസ് സർജറി കഴിഞ്ഞാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എൻ്റെ ഒരു സർജറിയുടെ അതായത് ആ ഒരു എക്സ്റേ പേപ്പർ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ വളരെ സങ്കടം തോന്നി. കാര്യം ഒന്നുമില്ലായ്മയെന്നേ ഒരു വടിയും കുത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ യാത്രകളാണ്. പിന്നെ വീടിൻ്റെ പരിസരത്തൊക്കെ നിന്ന് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ ചെയ്ത് വീട്ടിൽ നിന്ന് ടെൻഷൻ അടിച്ച് ഇറങ്ങിപ്പോയ യാത്രയാണ് എൻ്റെ കൂടുതലും എൻ്റെ യാത്രയെ. കാര്യം എനിക്ക് എന്നെ നെഗറ്റീവ് പറഞ്ഞവരും, പിന്നെ വഴിയിൽ ഒരു ടീം പറഞ്ഞത് ഈ ഞൊണ്ടിക്കാലിന്, അതായത് കാല് വയ്യാത്ത എനിക്ക് 100 ml കുറവുണ്ട് കാലിന്, അപ്പോൾ നടക്കുമ്പോൾ ഒരു ഒത്തുണ്ട്. അപ്പോൾ ഇവനൊക്കെ ആരാ സബ്സ്ക്രൈബ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ ആ സ്ഥാനത്തൊക്കെ എന്തായാലും ജനങ്ങൾ, അതായത് ജനങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ജനങ്ങളാണ് എൻ്റെ കൂടെ നിന്ന്, നിങ്ങളെപ്പോലുള്ളവരാണ് എൻ്റെ കൂടെ നിന്ന്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും അത് ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞത്. അതോടൊപ്പം ഞാൻ ഈ 1,00,000 ആയിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ഒരു ചെറിയൊരു സാധനം കിട്ടും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു ഇത്രയും വരാൻ. ചിലർക്കൊക്കെ ഈ അതായത് സത്യസന്ധമായിട്ട് നടക്കുന്നവർക്കൊന്നും നിലവിൽ സാധനങ്ങൾ കിട്ടത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ 3 വർഷം കൊണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. 3 അല്ല, 2000 എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ 3 വർഷം മുന്നെയാണ്. ഇപ്പോൾ 2024 ഇപ്പോഴാണ് ഇത് വരുന്നത്. അപ്പോൾ എന്തായാലും ഫേസ്ബുക്കിൽ അങ്ങനത്തെ സാധനം കിട്ടത്തില്ല, ഇൻസ്റ്റാഗ്രാമിന് കിട്ടത്തില്ല, പിന്നെ യൂട്യൂബിനാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഞാനൊരു സൂത്രം കാണിക്കാം. അപ്പോൾ എന്തായാലും യൂട്യൂബിൻ്റെ അല്ല ചായ നമ്മൾ കാണിച്ചില്ലെന്ന് മോശമല്ലേ? കുറേ ലോങ് വീഡിയോ ആണിത്, പക്ഷേ കാണിച്ചില്ലെന്ന് മോശമാണ്. ഇതാണ് സാധനം, യൂട്യൂബിൽ നിന്ന് വന്നൊരു സാധനം. 1,00,000 ആയി കഴിയുമ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ്. ഇത് കാണിച്ചില്ലെങ്കിൽ അത് മോശമാണ്. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തായിരുന്നു. അപ്പോൾ ഒന്ന് കാണിക്കണം. അതായത് മില്ലുകാരൻ എന്ന് പറയുന്ന നമുക്ക് ഒരു ഏകദേശം ഒരു 1,00,000 സബ്സ്ക്രൈബേഴ്സിന് യൂട്യൂബിൻ്റെ വക ഒരു എംബ്ലമൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. കാണോ. അപ്പോൾ ഇത് നമ്മുടെ ഓഫീസാണ് കേട്ടോ. ഓഫീസും സ്റ്റുഡിയോ ഒക്കെ ചെറിയൊരു ഓഫീസ് പോലെ സെറ്റപ്പ് ചെയ്തതാണ്. കാണോ? ഇപ്പോൾ കാണാം. ഇപ്പോൾ വ്യക്തമായിട്ട് കാണാം അല്ലേ? കണ്ടില്ലേ? അതിനകത്ത് അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ മാമൻ ഒരു എന്തോ ഒരു റിമെമ്പർ കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സിൽവർ കാർഡൊക്കെ കിട്ടുന്നതിനെ പറ്റി കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇത് ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് കരുതിയിട്ടേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത്. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. നമ്മളെപ്പോലുള്ളവർക്കൊക്കെ കിട്ടുമോ? അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ്. എനിവേ താങ്ക്സ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന്. അപ്പം നമ്മൾ ഇനി ഒരുപാട് വീഡിയോസൊക്കെ ചെയ്ത് ഇനി മുന്നേറണമെന്നൊക്കെ ആഗ്രഹിക്കും. നല്ല കണ്ടന്റുകൾ ചെയ്യണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ കാണാം. അപ്പോൾ സന്തോഷം കൊണ്ടാണ്. കാരണം വന്ന യാത്ര, അതായത് വന്ന് നമ്മൾ കയറിയ ആ ഒരു എന്താ പറയുക, ആ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മുള്ളും പറക്കാരും ഒക്കെ ഉണ്ടായിരുന്ന ഇടുങ്ങിയതും ഞെരുങ്ങിയതുമായിട്ടുള്ള യാത്രയായിരുന്നു എൻ്റെ യൂട്യൂബ്, അതായത് ഫേസ്ബുക്ക് വളരെ വേഗത്തിൽ കത്തിക്കയറി. അതായത് നമ്മുടെ അവസാനമായിട്ട് നമ്മുടെ റോബിൻ ഗിരീഷേട്ടൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പം അങ്ങനെ പല വിഷയങ്ങളും അതെ നമ്മൾ പിന്നെ നമുക്ക് ഒരു രാഷ്ട്രീയ നിലപാടുമില്ല. അതായത് കോമൺ ആയിട്ടുള്ള കാര്യം, പ്രശ്നങ്ങൾ അന്നന്ന് നടക്കുന്ന വിഷയമാണ് കൂടുതൽ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ യാത്രകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ യൂട്യൂബിൽ കയറി ആ പഴയ വീഡിയോസൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മളെ ഇന്നും പിടിച്ചു നിർത്തിയത്. കാര്യം അതായത് തകർന്ന് തരിപ്പണമായി നമ്മളെ തേച്ചൊട്ടിച്ച് പോയ ചില ആൾക്കാരുണ്ട്. അവരുടെ മുന്നിൽ രണ്ടും കൽപ്പിച്ച് എന്നെ നിർത്തിയത് എൻ്റെ നാട്ടുകാരാണ്. കാരണം ഞാൻ ഇന്ത്യയുടെ പല കാര്യം തകർന്ന് സത്യം പറഞ്ഞാണല്ലോ എൻ്റെ ചങ്ക് തകർന്ന് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നത് വട്ടപൂജയായിട്ടാണ് വീട്ടിൽ നിന്ന് പോയി. അതായത് ഒരു ബിസിനസ്സുമായിട്ട് ഇറങ്ങി. അങ്ങനെ വരുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായതിനു ശേഷം ആ ആക്സിഡൻറ്റിൽ നിന്നാണ് ഞാൻ കയറി വരുന്നത്. ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് ഭയങ്കര തെറ്റായ ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കാര്യം. അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തു. ഒരു കാലിന് 4 സ്ക്രൂവേലാണ് നിൽക്കുന്നത്. എനിക്ക് ഓടാനൊന്നും നോക്കത്തില്ല. പിന്നെ എൻ്റെ യാത്രകളും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി കാണാൻ മറക്കല്ല. വീണ്ടും ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു വിങ്ങൽ, കാരണം ഇത്രയും ഒരു യൂട്യൂബിൻ്റെ പേരും വെച്ചിട്ടൊരു സാധനം ഇവരൊക്കെ ആര് തരും എന്ന് പറഞ്ഞ സാധനത്ത് ഈ ഒരു സാധനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ച്. ചിലരൊക്കെ വിചാരിക്കും ഇതാണെന്ന് വിചാരിക്കും. പക്ഷേ എനിക്കിത് വലിയ കാര്യമാണ്. ഞാൻ ഈ 1,00,000 ഫോളോവേഴ്സ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെർത്ത് ഭയങ്കരമാണ്. ആ 3 വർഷം കൊണ്ട് ചങ്ക് തകർന്ന് പലയിടത്തും, അതായത് തോക്കുമെന്ന് പറഞ്ഞ സ്ഥലത്തും പിടിച്ചു തന്നു. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരെ നിങ്ങൾ നോക്കരുത്. നമ്മൾ എന്താണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക. ആര് കളഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞാലും
രണ്ട് കാലിൽ ഉറച്ചവിടെ നിൽക്കുക, അതെ, ഒരു കാലം ഉണ്ടെങ്കിൽ ആ ഒരു കാലം ഉറച്ചവിടെ നിൽക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക, അതെ. ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം. ആ ഭാരം നമ്മുടെ ലൈഫിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് ഭാരമാകാതെ നമ്മളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത്, അതെ. ഇപ്പം തന്നെ ഇന്ന് തന്നെ ഞാനൊരു കോട്സ് എനിക്ക് കിട്ടി. അതായത് കോട്സ് ഞാൻ കിട്ടിയതല്ല, നമ്മുടെ റിപ്പോർട്ടിലെ പുള്ളിക്കാരൻ ഒരു വീഡിയോയിൽ പറയുന്നു, നമ്മുടെ ടാറ്റയുടെ ഓണർ രത്തൻ ടാറ്റ, അദ്ദേഹം ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് വിചാരിയുമായിട്ട് ഒരാൾ പറയുന്നു, നിങ്ങൾക്കൊരു BMW വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു 6 മാസം പിടിക്കുമെന്ന്. അപ്പോൾ ചോദിച്ചു, നിങ്ങളെപ്പോലെ ഒരു കോടീശ്വരനായ വ്യക്തിക്ക് അതെ വാങ്ങിക്കാൻ പറ്റത്തില്ല, ഒരു ദിവസം കൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ചത് ഒരു കാറാണ്, പക്ഷെ ഞാൻ ചിന്തിച്ച ആ കമ്പനിയാണ് വാങ്ങിക്കണമെന്ന് ചിന്തിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞത് ചെറുതിനെയല്ല വലുതിനെ ആഗ്രഹിക്കണം, എന്നാലേ ചെറുത് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ വലിയ ചിന്താഗതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയെങ്കിലും ആകാൻ പറ്റൂ. ഇതുപോലെ വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു സാധനം. അത് എന്തായാലും 3 വർഷം എടുത്തു, സമയം ഒരുപാട് എടുത്തു. പിന്നെ പല ആൾക്കാരും പല രീതിയിൽ വളരെ വേഗത്തിൽ വളർന്നു വരുന്നുണ്ട്. എനിക്ക് എൻ്റെതായ ഒരു സ്റ്റാൻഡുണ്ട്, അത് ഞാൻ തെളിയിച്ചെന്നാണ് എൻ്റെ ഒരു ബോധ്യം. മറ്റുള്ളവർക്ക് എങ്ങനെ നെഗറ്റീവ് പറയുന്നതിനെ പറ്റി എനിക്ക് ആശങ്കപ്പെട്ട കാര്യമില്ല. അവർ പറയണം, അവരിനിയും പറയണം. നെഗറ്റീവ് പറയുന്നതാണ് എൻ്റെ പ്രചോദനം ഫുള്ള്. ഞാൻ ആ നെഗറ്റീവ് കൊണ്ടാണ് ആ വാശിപ്പുറത്തത്. കാരണം ഒരു കാലിൽ സ്വാധീനം കുറവുണ്ടായിട്ടും ഞാൻ സ്ട്രോങ് ആയിട്ട് രണ്ടും കൽപ്പിച്ച് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ചെയ്യാൻ കാരണമാക്കി തീർന്നത് ഈ ഓഫീസിനകത്ത് ഇത്രയും ഫർണിഷ് ചെയ്ത് ഇവിടെ കയറി നിൽക്കണമെങ്കിൽ ആ ഒരു ദൃഢനിശ്ചയം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ബോധ്യം. ഇത്രയും പറഞ്ഞ് നിങ്ങളെ ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഒരുപാട് സ്ഥലങ്ങളിൽ, അതായത് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും, അതായത് എന്നിട്ട് ഞാനൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഞാനൊരു സാധനം കൂടെ നിങ്ങളെ കാണിക്കാം. അതൊന്ന് കാണിച്ചിട്ട് ഞാൻ വീഡിയോയിലോട്ട് പോകാം. കട്ട് ചെയ്ത് ഇതിനകത്ത് കുറേ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ആക്സിഡൻ്റ് ആയ സമയത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഒരു എക്സ്റേയുടെ ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, ബിപിൻ എബ്രഹാം. എൻ്റെ IP നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒക്കെ വേണ്ടി നോട്ടതാണ് കേട്ടോ. അന്ന് ഉണ്ടായ ആക്സിഡൻ്റ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളൊരു സൂത്രം കാണിക്കാം. സൂത്രം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയല്ലേ, ഇതല്ലേ, ഇത് കേട്ടോ. എൻ്റെ കാലെ വെച്ചിരിക്കുന്ന സംഭവമാണ്. ഒരു 1, 2, 3, 4, 5 ആണിപ്പുറത്താണ് അന്ന് അത് ജോയിൻ ചെയ്ത ആദ്യത്തെ. ഇതിന് ശേഷം എനിക്കൊരു ഹിപ്പ് റീപ്ലേസ് സർജറി കഴിഞ്ഞു. അത് ഞാൻ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് സർജറി. അപ്പോൾ അവിടെ ഇത് ആദ്യത്തെ സർജറി ചെയ്തപ്പോൾ അവർ 4 ആണിയെ ഫിക്സ് ചെയ്യാൻ നോക്കി, നടന്നില്ല. അവിടെ പിന്നെ അത് പ്രശ്നമായി, കോംപ്ലിക്കേറ്റഡ് ആയി. അതിനുശേഷമാണ് ഹിപ്പ് റീപ്ലേസ് സർജറി ചെയ്തത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി ഒരു കാലിന് മെഡിക്കൽ ട്രസ്റ്റുകാരെ കാശ് നന്നായിട്ട് വാങ്ങിച്ചു. അവർ 100 ml ആണ് കാലിന് കുറഞ്ഞു പോയി. അതെ, അവരുടെ എന്താ നല്ല, അതായത് അവരുടെ ട്രീറ്റ്മെൻറ്റിന് നല്ല ഗുണമുണ്ട്. എൻ്റെ കാലിൽ ഇപ്പം ഞാൻ ഇങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ ഒത്തിയാണ് നടക്കുന്നത്. അതായത് 100 ml കുറഞ്ഞു പോയി. എന്തായാലും മെഡിക്കൽ ട്രസ്റ്റുകാർക്ക് ഒരിക്കട്ടെ, അവരെൻ്റെ വൃക്ക ഊരിയെടുത്തില്ല. എന്തായാലും കാശ് കുറേ വാങ്ങിച്ചു പോകാൻ വീട്ടിൽ നിന്ന്. അതൊന്നും കുറവില്ല, കുടിക്കാത്തവരെ കുടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പല പരിപാടികളും ചെയ്തു. അത് പോട്ടെ, കുഴപ്പമില്ല. അവർ നല്ല ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ കാലിലിപ്പോൾ നല്ല സുഖം. അതുകൊണ്ടാണ് ആ വാശിപ്പുറത്താണ് ഞാനിപ്പോൾ ഇത്രയും കാണിച്ചത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയും സ്ട്രെയിൻ എടുത്താണ് ഞാൻ വീഡിയോസ് ചെയ്തത്. ഇത് കാണിച്ചില്ലെങ്കിൽ അതൊരു മോശമല്ലേ? അതായത് നിങ്ങളോട് അറിഞ്ഞിരിക്കണം നമ്മൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്താണ് ഈ ഒരു ലെവലിൽ വന്നത് എന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും മറക്കണ്ട, മില്ലുകാരൻ എന്നുള്ള യൂട്യൂബ് ചാനൽ കയറി ഫോളോ ചെയ്യാനും, ഇൻസ്റ്റാഗ്രാം കയറി മില്ലുകാരൻ എന്നുള്ള ഫോളോ ചെയ്യാനും, ഫേസ്ബുക്കും കയറി മില്ലുകാരൻ, എല്ലാം ഒറ്റ പേരേ ഉള്ളൂ. ഐ ഹാവ് വൺ നെയിം, ഒറ്റ പേരിലാണ് കളിക്കുന്നത്. പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും മറ്റുള്ളവരെ നോക്കാതിരിക്കുക. ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ആരെയും മൈൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കാര്യം നോക്കി അങ്ങോട്ട് ജീവിക്കുക. മറ്റുള്ളവരെ നോക്കി ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ തേച്ചിട്ട് പോയവരൊക്കെ പല ആൾക്കാരും കൊണ്ട് ഇന്ന് പല രാജ്യങ്ങളിൽ ഇരുന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ ആ തേച്ചിട്ട് പോയ ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇനി നമ്മൾ എത്രയൊക്കെ ചവിട്ടിത്താക്കാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ അവയ്ക്കാതെ പറഞ്ഞാലും, നമ്മളായിട്ട് ജീവിക്കുക. നമ്മൾ നമ്മളായിട്ട് ജീവിച്ചാൽ ഒരു കാലം, ഒരു ദിവസം നിങ്ങൾക്കായിട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ക്ലോക്ക് എല്ലാ ദിവസവും നിങ്ങളുടെ കൂടെ, അതായത് വരത്തില്ല, നിങ്ങളുടെ കൂടെ ഇരിക്കത്തില്ല, കറങ്ങി തിരിഞ്ഞ് ആ നാണയം എൻ്റെ വശത്തും വരും. അപ്പോൾ ആ നാണയം ഇപ്പം എൻ്റെ വശത്താണ് എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി ഞാൻ എന്തായാലും എൻ്റെ യൂട്യൂബിൻ്റെ സാധനം കണ്ടല്ലോ. ഇതുപോലെ പല ടെറയിലും എടുത്തിട്ട് മില്ലുകാരൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട്, അതുപോലെ ഇതുപോലെ പല അച്ചീവ്മെൻറ്റ് നേരിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് അടിക്കാതെ ഞാൻ അവിടെ ഒന്ന് വീഡിയോ ചെയ്യും. തോറ്റവർ മാത്രം, എന്നും തോക്കാൻ റെഡിയായവർ മാത്രം എൻ്റെ കൂടെ നിന്നാൽ മതി. ജയിക്കുന്നവർ എൻ്റെ കൂടെ നിൽക്കുന്നത്. കാരണം തോറ്റെങ്കിൽ മാത്രമേ അവൻ അച്ചീവ്മെന്റ് നേടത്തുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഓരോ ദിവസവും തോക്കാൻ വേണ്ടി ഓരോ ദിവസവും ഓടുന്നത്. അപ്പോൾ ഓരോ ദിവസവും തോറ്റെങ്കിൽ മാത്രമേ വൻവൻ വിജയങ്ങൾ നേടാനൊക്കത്തുള്ളൂ. കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ്റെ ലൈഫ്. ഇനിയും എന്താ പറയാനൊന്നുമില്ല, കാണാം. ഗുഡ് ബൈ.